G20 ഉച്ചകോടിക്ക് ജോഹന്നാസ്ബർഗിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല വരവേൽപ്പ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും പ്രതിരോധ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുൻകൈയെടുത്ത് രൂപം നൽകിയ കരട് പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. യുക്രൈന്റെ തന്ത്രപ്രധാനമായ ഡോൺബാസ് മേഖല റഷ്യ വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയാണ് 28-ന് പദ്ധതിയിലെ നിർദ്ദേശം. യുക്രൈൻ സൈനിക ശേഷി കുറയ്ക്കണമെന്നും സ്നാപ്പ് ഇലക്ഷൻ 100 ദിവസത്തിനുള്ളിൽ നടത്തുന്നതും സമാധാന പദ്ധതിയുടെ ചർച്ചകളിലുണ്ട്. നാറ്റോ അംഗത്വത്തിന് പകരം സുരക്ഷാ ഗ്യാരണ്ടികൾ അംഗീകരിച്ചുകൊണ്ട് യുക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് സമാധാന പദ്ധതിയിലെ നിർദ്ദേശം. നേതൃമാറ്റത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് കർണാടകയിലെ കോൺഗ്രസ് MLA-മാർക്കും നേതാക്കൾക്കും കർശന നിർദ്ദേശം നൽകി ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബംഗളൂരുവിലെത്തി. മന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടാകും. സ്ഥാനമോഹികളാണ് ഡൽഹിയിലേക്ക് പോയതെന്നും തനിക്ക് അനുകൂലമായി MLA-മാരുടെ ഗ്രൂപ്പ് ഇല്ലെന്നുമാണ് DK ശിവകുമാർ ഇന്നലെ പ്രതികരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, DK ശിവകുമാർ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, തൽക്കാലത്തേക്ക് ഹൈക്കമാൻഡ് ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. അതായത് പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. കർണാടകത്തിന്റെ ചുമതലയുള്ള രൺദീപ് സുർജേവാല കൂടി ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നേതാക്കളുടെ ഭാഗത്തുനിന്ന് പരസ്യ പ്രതികരണം പാടില്ല എന്ന് സുർജേവാല വ്യക്തമാക്കിയിരിക്കുകയാണ്. രണ്ട് നേതാക്കളുമായും കൂടിക്കാഴ്ച സംസാരിച്ചു സുർജേവാല. അതായത് DK ശിവകുമാറുമായും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായും രൺദീപ് സുർജേവാല സംസാരിച്ചു. അതിനുശേഷമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പരസ്യ പ്രതികരണം പാടില്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. സർക്കാരിനെതിരെ BJP ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്നു എന്ന പ്രതികരണമാണ് ഇപ്പോൾ സുർജേവാല അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയാം. പക്ഷേ ഈ ആവശ്യത്തിൽ നിന്ന് DK ക്യാമ്പ് ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോകുന്നില്ല. കാരണം 2 വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ആവശ്യം അവർ ഉന്നയിച്ചിരുന്നതാണ്. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ നവംബർ 20-ാം തീയതി ഇത്തരത്തിൽ 2.5 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അതേ ആവശ്യം ഉന്നയിച്ച് ഹൈക്കമാൻഡിന് മുന്നിൽ നേതാക്കൾ എത്തിയിട്ടുള്ളത്. പക്ഷേ മറുവശത്ത് സിദ്ധരാമയ്യ ഒരു ഘട്ടത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ്. കാരണം അദ്ദേഹം ഇന്നലെ ബംഗളൂരുവിലെത്തിയ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചത് ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുക്കുന്നോ അത് താൻ അംഗീകരിക്കാൻ തയ്യാറാകും എന്ന പ്രതികരണമാണ് നടത്തിയത്. മാത്രവുമല്ല, നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയാമെങ്കിൽ പോലും സർക്കാരിന് ഇനിയും 2.5 വർഷം കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യം ഇനിയും DK ശിവകുമാർ പക്ഷം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല നിലപാടിലേക്ക് ഇപ്പോൾ DK ക്യാമ്പ് എത്തിയിട്ടുണ്ട്. ഇന്നലെ ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും ഒരേ സ്ഥാനത്ത് ഏറെ നാൾ തുടരാൻ കഴിയില്ല, അതുകൊണ്ട് താൻ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്ന് ശിവകുമാർ വിശദീകരിച്ചതാണ്. പക്ഷേ ഇന്നലെ DK ശിവകുമാർ പറഞ്ഞത് DK ക്യാമ്പ് അത്തരം വാദങ്ങളൊക്കെ തന്നെ അദ്ദേഹം തള്ളി. പകരം എല്ലാ കോൺഗ്രസ് MLA-മാരും തൻ്റെ ആളുകളാണ് എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തി. ഈ പ്രശ്നങ്ങൾക്ക് വലിയ തർക്കത്തിലേക്കില്ല എന്നതിൻ്റെ സൂചനയായിരുന്നു. ഏതായാലും ഹൈക്കമാൻഡ് കൂടി ഇപ്പോൾ ഇടപെട്ടതോടുകൂടി തൽക്കാലം പ്രശ്നപരിഹാരമായി എന്ന് പറയാം. പക്ഷേ വീണ്ടും ഈ ആവശ്യം DK ക്യാമ്പ് ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാകേഷ്, അതുപോലെ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം അത് വളരെ പ്രസക്തമല്ലേ അവിടെ? അതെ, ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഹൈക്കമാൻഡിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന MLA-മാർ ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ പ്രശ്നം ഇത്തരമൊരു കരാറുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം DK ശിവകുമാർ ആവർത്തിച്ച് പറയുന്നത് 2.5 വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം മാറും എന്ന് പലപ്പോഴായി അവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത്തരമൊരു കരാറില്ല. 2.5 വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാം, DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാം, അതൊരു കരാറുള്ളതായി ഒരു ഘട്ടത്തിലും ഒരു ദേശീയ നേതാവും കോൺഗ്രസിനെ പറഞ്ഞിട്ടില്ല. KC വേണുകുമാർ അടക്കമുള്ള നേതാക്കളും ആ കാര്യങ്ങളൊക്കെ തള്ളുകയാണ് ചെയ്തത്. മാത്രവുമല്ല, കർണാടക നിയമസഭയിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MLA-മാരുടെ കണക്കെടുത്താൽ അതിൽ ബഹുഭൂരിപക്ഷവും
സിദ്ധ ക്യാമ്പിനൊപ്പമാണ്, സിദ്ധരാമയ്ക്കൊപ്പമാണ്. മുതിർന്ന നേതാക്കൾ പലരും സിദ്ധരാമയ്യെ അനുകൂലിക്കുന്നവരാണ്. അതിപ്പോൾ എം ബി പാട്ടീലാകട്ടെ അല്ലെങ്കിൽ ജി പരമേശ്വരി ആകട്ടെ, ഇവരൊക്കെ തന്നെ സിദ്ധരാമയ്യെ അനുകൂലിക്കുന്ന നേതാക്കളാണ്. ഡി കെ ശിവകുമാറിന് അങ്ങനെ നോക്കുകയാണെങ്കിൽ MLA-മാരുടെ പിന്തുണ പരമാവധി 20 MLA-മാരുടെ പിന്തുണ മാത്രമാണ് അദ്ദേഹത്തിന് നിലവിലുള്ളത്. 135 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അംഗബലം. അപ്പോൾ സിദ്ധരാമയ്യെ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല സിദ്ധരാമയ്യ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് തന്നെ തന്റെ അവസാന തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അങ്ങനെ മാറേണ്ടി വരികയാണെങ്കിൽ ഡി കെ ശിവകുമാറിന് പകരം ഒരു പേര് കൂടി വെക്കാൻ സിദ്ധരാമയ്യ ക്യാമ്പ് ആലോചിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തൽക്കാലം ഈ പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞു തീർത്തുകൊണ്ട് ഒരു പ്രശ്നപരിഹാര നിലയിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കടക്കുന്നത്. ശരി രാകേഷ്, തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകുമ്പോൾ, മഹാരാഷ്ട്രയിൽ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും തയ്യാറെടുക്കുന്നതായി സൂചന. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ബന്ധുവും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന തലവനുമായ രാജ് താക്കറെയുമായി സഖ്യമുണ്ടാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് അടുത്തുവെന്നാണ് വിവരം. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഉദ്ധവ് താക്കറെയുടെ ഈ നീക്കം. ഇരു കക്ഷികളും ഒന്നിച്ചാൽ കോർപ്പറേഷൻ ഭരണം പിടിക്കാനാകുമെന്നാണ് ഉദ്ധവ് താക്കറെ വിശ്വസിക്കുന്നത്. സഖ്യത്തിലേക്ക് കോൺഗ്രസിനെയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉദ്ധവ് നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് തന്നെ ചേരുന്നുണ്ട്. രാകേഷ്, ഇരു കക്ഷികളും ഒന്നിച്ചാൽ കോർപ്പറേഷൻ പിടിക്കാനാകുമെന്ന ഒരു വിശ്വാസം, അത് ലക്ഷ്യം കാണാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ ശിവസേന കൈവശം വയ്ക്കുന്ന കോർപ്പറേഷനാണ് മുംബൈ കോർപ്പറേഷൻ. പക്ഷേ 2017 ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് മുംബൈ കോർപ്പറേഷൻ. പ്രത്യേകിച്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അടുത്ത വർഷം ആദ്യം ജനുവരി മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ തന്നെ കടന്നു കഴിഞ്ഞു. ശിവസേനയെ സംബന്ധിച്ച് പാർട്ടി പിളർന്നതിന് ശേഷമുള്ള ആദ്യ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് മുംബൈ നഗരപരിധി എന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ളത് ശിവസേനയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപടം അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ NDAയിൽ നിന്ന് വിട്ട ശേഷം ഇവിടെ മഹാവികാസ് അഘാഡിയായാണ് ഈ സഖ്യം മത്സരിക്കുന്നത്. ആ സഖ്യത്തിൽ കോൺഗ്രസ് ഉണ്ട്, NCP ഉണ്ട്, ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സഖ്യത്തിലില്ല, ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു. കോൺഗ്രസിനെ ഈ സഖ്യത്തിലേക്ക് ഉദ്ധവ് താക്കറെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും MNSനെ, അതായത് രാജ് താക്കറെയുടെ പാർട്ടിയെ കൂടെ കൂട്ടുന്നതിൽ കടുത്ത അമർഷം കോൺഗ്രസിനുണ്ട്. പക്ഷേ അതിനുള്ള ചർച്ചകൾ ഉദ്ധവ് താക്കറെ നടത്തുന്നുണ്ട്. NCPയും മഹാവികാസ് അഘാഡിയായി തന്നെ സഖ്യമായി തന്നെ മത്സരിക്കണം എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതായത് MNS എന്ന് പറയുന്ന തീവ്ര നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയെ ഒപ്പം കൂട്ടാൻ കഴിയില്ല എന്ന നിലപാടിലേക്കാണ് പോകുന്നത്. എങ്കിൽ പോലും ശിവസേന അതിനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ശിവസേനയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര അല്ലെങ്കിൽ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയാണ്. സ്വാഭാവികമായും അത് നിലനിർത്തേണ്ടത് അവരുടെ അത്യന്താപേക്ഷിതമാണ് താനും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ 2 സീറ്റുകളുടെ 2-3 സീറ്റുകളുടെ കൂടുതൽ മാത്രമാണ് ശിവസേനയ്ക്ക് ഉണ്ടായിരുന്നത് 2017 തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അതിനുശേഷം സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി. BJP അവിടെ ഇപ്പോൾ അധികാരത്തിലാണ്. അപ്പോൾ തീർച്ചയായും ഏകനാഥ് ഷിൻഡെ പക്ഷം ഇതിനോടകം തന്നെ NDA ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ആരാണ് കരുത്തർ അല്ലെങ്കിൽ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്നതാണ് മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. ഈ ഒരു സാഹചര്യത്തിലാണ് എല്ലാവരെയും ഒപ്പം നിർത്തി കൊണ്ടുപോകാനുള്ള ശ്രമം. മാത്രവുമല്ല 2006 MNS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് പോലും അത് ശിവസേനയുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ടാണ് രാജ് താക്കറെ രൂപീകരിച്ചത്. ഇത്രയും കാലം അത്തരമൊരു സഖ്യത്തിലേക്ക് ഉദ്ധവ് താക്കറെയോ അദ്ദേഹത്തിന്റെ പിതാവോ പോയിരുന്നില്ല. പക്ഷേ ഉദ്ധവ് താക്കറെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഏത് വിധേനയും അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിനേതായാലും കോൺഗ്രസ് തൽക്കാലം ഇല്ല എന്ന നിലപാടിലേക്ക് സ്വീകരിക്കുന്നു. എങ്കിൽ പോലും ചർച്ചകൾ തുടരുകയാണ്. വിഷയത്തിൽ ഇപ്പോൾ ശരത് പവാർ കൂടി ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ മഹാവികാസ് സഖ്യമായി മത്സരിക്കാനാണ് അല്ലെങ്കിൽ അത്തരമൊരു എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് നിർത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ പാർട്ടികൾ NCPയും ശിവസേനയും എത്തിച്ചേരുന്നത്. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴികളിലെ നിജസ്ഥിതി പരിശോധിക്കാൻ അന്വേഷണം വ്യാപിപ്പിച്ച് SIT. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് ജീവനക്കാരായിരുന്ന സുധീഷ് കുമാറും മുരാരി ബാബുവും മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവുമായും പത്മകുമാറുമായും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന നിഗമനത്തിലാണ് SIT. പത്മകുമാറിന്റെയും പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും വിശദമായ പരിശോധന തുടരുകയാണ്. റിമാൻഡിൽ തുടരുന്ന പത്മകുമാറിനും N. വാസുവിനും വേണ്ടി SIT ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും.
ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പമ്പയിൽ ഇന്ന് ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ദേവസ്വം മന്ത്രി ഇന്നലെ സന്നിധാനത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തി. നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ സന്നിധാനത്ത് തിരക്ക് കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. അവലോകന യോഗത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ അതൊക്കെ പൂർത്തിയായോ? അതുപോലെ തന്നെ ഇന്ന് ശബരിമലയിലെ തിരക്ക് അതെങ്ങനെയാണ്? അനുശ്രീ, 11 മണിക്ക് പമ്പയിലാണ് യോഗം. കഴിഞ്ഞ ദിവസം രാത്രി 10:30 മണി കഴിഞ്ഞതോടുകൂടിയാണ് മന്ത്രി VN വാസവൻ സന്നിധാനത്തേക്ക് എത്തിയത്. അദ്ദേഹം ഈ യോഗമുള്ളത് കൊണ്ട് തന്നെ പമ്പയിലേക്ക് മടങ്ങുകയായിരുന്നു. പ്രധാനമായും ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുക എന്നതാണ്. നട തുറന്ന ശേഷം സന്നിധാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ പാളിച്ചകൾ വന്നതായി നേരത്തെ ആരോപണങ്ങൾ ഉയരുന്നത്, ആക്ഷേപം വന്നിരുന്നു. ഭക്തരുടെ ഭാഗത്തുനിന്ന് തന്നെ ശുദ്ധജലവും ഭക്ഷണവും കിട്ടുന്നതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. 18-നുണ്ടായ വലിയ ഭക്തജന തിരക്ക് അത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന നിലയിലേക്കൊക്കെ എത്തിയിരുന്നു. ഇത് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗം പരിശോധിക്കുക. തുടർന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, അത് KSRTC സർവീസുകളുടെ കാര്യം, അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകൾ, ഹെൽത്ത്, അതോടൊപ്പം തന്നെ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോലീസിന്റെ നടപടികൾ, ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവുണ്ട്. 5000 പേരാണ് സ്പോട്ട് ബുക്കിംഗ് എന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അതിൽ ഹൈക്കോടതി ഒരു മാറ്റം വരുത്തിയിരുന്നു. എത്ര ആളുകളെ കയറ്റിവിടണം എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനമെടുക്കാം എന്ന ഒരു നിലയിലേക്ക് കഴിഞ്ഞ ദിവസം ആ ഉത്തരവ് കുറച്ച് ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. മുസ്ലിം നമ്മൾ തിരക്ക് കുറവ് എന്ന് പറയുമ്പോഴും അത്ര കണ്ട് കുറവാണെന്ന് പറയാൻ കഴിയില്ല. കാരണം രാവിലെ മഴ ഉണ്ടായിരുന്നു. പമ്പയിൽ നിന്ന് കയറുന്നതിന് ഈ മഴ ചെറിയ തടസ്സമായി. അതുകൊണ്ട് തന്നെ കുറച്ചുനേരം പമ്പയിലൊക്കെ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറിയ ഒരു അന്തരീക്ഷമാണ്. അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭക്തജന തിരക്കുണ്ട്. തീർത്ഥാടകർ നിലയ്ക്കൽ നിന്നും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഇപ്പോൾ മറ്റു തടസ്സമില്ലാതെ വലിയ തടസ്സം, അതായത് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശത്താണ് നേരത്തെ 12-14 മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടി വന്നത്. അങ്ങനെയുള്ളൊരു ദീർഘസമയ കാത്തുനിൽപ്പില്ലാതെ തന്നെ തീർത്ഥാടകർക്ക് മുകളിലേക്ക് വരാൻ കഴിയുന്നുണ്ട്. അവർക്ക് ദർശനം നടത്തി ഇവിടെ മറ്റ് പൂജാ കാര്യങ്ങളിൽ പങ്കെടുത്ത് പ്രസാദം വാങ്ങി മടങ്ങാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഹൈക്കോടതി ഉത്തരവ്, കഴിഞ്ഞ ദിവസത്തെ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 75,000 പേരെ വരെ മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ ആ ഉത്തരവ് പ്രാബല്യത്തിലുണ്ടായിരുന്നപ്പോൾ കയറ്റിവിടാൻ കഴിയുമായിരുന്നുള്ളൂ. 70,000 പേർ വെർച്വൽ ക്യൂ വഴി വരുന്നതും 5,000 പേർ ഹൈക്കോടതിയുടെ നിർദ്ദേശം, അത് 20,000 ആയിരുന്നതാണ്, അതിനെ 5,000 ആക്കി സ്പോട്ട് ബുക്കിംഗ് ഹൈക്കോടതി കുറച്ചിരുന്നു. അങ്ങനെയെങ്കിൽ 75,000 എന്നൊരു സംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തുകയും കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെ ഏതാണ്ട് 75,000 മുകളിലേക്ക് പോയിരുന്നു. പക്ഷേ അത് ഹൈക്കോടതി വിധിയുടെ ലംഘനമല്ല. ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാം. തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിൽ ഈ 5,000 എന്ന സംഖ്യ നോക്കേണ്ടതില്ല. സാഹചര്യമനുസരിച്ച് ഭക്തരെ കയറ്റിവിടാം എന്നത് ആത്യന്തികമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കോടതിയും അവിടെ വിലയിരുത്തുന്നത് എത്തുന്ന ഭക്തർ നിരാശരായി മടങ്ങരുത് എന്ന് തന്നെയാണ്. മറ്റൊരു പ്രതിസന്ധി നേരത്തെ ഉണ്ടായിരുന്നത്, വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന ഭക്തർ ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്യുകയും ഒരു പ്രത്യേക ദിവസത്തേക്ക്, ഒരു 25-ാം തീയതി ആണെങ്കിൽ ആ ദിവസത്തേക്ക് ബുക്ക് ചെയ്യുകയും 22-നോ 23-നോ ഒക്കെ തന്നെ വരുന്ന രീതിയിൽ, അതായത് ബുക്ക് ചെയ്തതിനേക്കാൾ മുൻപുള്ള ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അങ്ങനെ 28,000 പേരൊക്കെ അധികമായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസിന്റെ അറിയിപ്പ് വന്നത്, ഈ ബുക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇവിടേക്ക് വരാൻ ശ്രമിക്കണം, ഇവിടേക്ക് വരേണ്ടത് ആ ദിവസങ്ങൾ ആയിരിക്കണം എന്നത് ശ്രദ്ധയിൽ വെക്കണം. കൂടുതൽ ദിവസം മുന്നേക്ക് മാറി വന്നാൽ, അതായത് ആ ദിവസമല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ കാത്തു നിൽക്കേണ്ടി വരും. വിർച്വൽ ക്യൂവിന്റെ രജിസ്ട്രേഷൻ രേഖകളൊക്കെ തന്നെ കൈവശമുണ്ടെങ്കിൽ പോലും അവർക്ക് കാത്തു നിൽക്കേണ്ടി വരും. ആ ദിവസം വിർച്വൽ ക്യൂ അതുമായി വരുന്ന ഭക്തരെ കയറ്റിവിട്ട ശേഷം മാത്രമേ മറ്റ് ഭക്തർക്ക് കയറാനുള്ള സാഹചര്യം ഉണ്ടാകൂ എന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം അതാത് ദിവസത്തെ വിർച്വൽ ക്യൂവുമായി വരുന്ന ഭക്തർക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാം. ദർശനത്തിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കും. ഇവിടെ വരുന്ന ഭക്തർ, അത് വിർച്വൽ ക്യൂ വഴിയാകട്ടെ സ്പോട്ട് ബുക്കിംഗ് വഴിയാകട്ടെ, അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും ഭക്തർ വന്നാൽ ഒരു പക്ഷേ കുറച്ചു സമയം കാത്തു നിൽക്കേണ്ടി വരും. അത് നിലയ്ക്കലിലാണ് ഇപ്പോൾ ബേസ് ക്യാമ്പായി തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ വിശ്രമിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്പോട്ട് ബുക്കിങ്ങിനുള്ള അധിക കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ആ തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇതിനകം ആയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മണിക്കൂറുകൾ കാത്തു
നിൽക്കേണ്ടി വന്നാലും ഭക്തർ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കാതെ അവർ കുറച്ച് കാത്തു നിൽക്കണമെന്നാണ് ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായി പറഞ്ഞത്. ദർശനം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ കുറച്ച് സമയം വൈകിയേക്കും. ആ സമയം വൈകുന്നത് സുരക്ഷയെ കരുതിയാണ്. മുഴുവൻ തീർത്ഥാടകരെയും അല്ലെങ്കിൽ അളവിൽ കവിഞ്ഞ് തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിട്ടാൽ നേരത്തെ ഉണ്ടായതുപോലുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അത് വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെത്തും. അതുകൊണ്ടാണ് കുറച്ച് സഹിഷ്ണുതയോടുകൂടി സമയമെടുത്ത് നിൽക്കണം എന്ന കാര്യം പോലീസും ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുള്ളത്. കോടതി വിധിയും ഇപ്പോൾ ഭക്തരെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും അനുകൂലമാണ്. നിയന്ത്രണങ്ങൾ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലല്ല ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട്. കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉള്ള ആ പുതിയ നിർദ്ദേശം വന്നതും കൂടുതൽ ഭക്തർക്ക് ഇവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് സാഹചര്യങ്ങളെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല ദേവസ്വം ബോർഡ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് 1 ലക്ഷം പേർക്ക് ഇവിടെ ദർശനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന കാര്യം തന്നെയാണ്. അത് 90,000 പേരെന്നാണ്. 70,000 വെർച്വൽ ക്യൂ, 20,000 സ്പോട്ട് ബുക്കിംഗ്, അധികമായി ഒരു 10,000 പേരെ കൂടി ഇവിടെ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 1 ലക്ഷം പേർ എന്ന കണക്കിൽ കാര്യങ്ങളെത്തും. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടണമായിരുന്നു അദ്ദേഹം പറഞ്ഞ സമയത്ത്. ഇപ്പോൾ അതിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും കൂടുതൽ ജീവനക്കാർ ചുമതലയേറ്റിട്ടുണ്ട്. കേന്ദ്രസേനാ വിഭാഗങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. NDRFന്റെ 2 സംഘങ്ങൾ നേരത്തെ വന്നിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി RAF സംഘവും ഇവിടെ എത്തി. ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് കേരള പോലീസിനേക്കാൾ കുറച്ചുകൂടി വൈദഗ്ധ്യം കേന്ദ്രസേനാ വിഭാഗങ്ങൾക്കുണ്ട്. അവരുടെ സേവനം കൂടി ആയപ്പോൾ കാര്യങ്ങൾ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സുഗമമായി ഭക്തർക്ക് ദർശനം കിട്ടുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയിൽ നിലനിൽക്കുന്നത്. അനുശ്രീ, വിനോദ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ തിരക്കൊക്കെ നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമല തീർത്ഥാടനത്തിൽ വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല. ഭക്തരുടെ ഭാഗത്തു നിന്ന് പോലും വലിയ തരത്തിലുള്ള പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നടക്കുന്ന അവലോകന യോഗത്തിൽ ഇതിനൊക്കെ ഒരു തീരുമാനമുണ്ടാകും. ഒപ്പം സ്പോട്ട് ബുക്കിംഗിന്റെ അടക്കം കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് കരുതാമല്ലേ? അനുശ്രീ, ഇതിൽ പല കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമായി അല്ലെങ്കിൽ അടിസ്ഥാനമായി എന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, ഈ സ്വർണ്ണക്കൊള്ള വിവാദം പുറത്തു വന്നതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് മാറ്റം പോലും സർക്കാർ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ എസ് ജയകുമാർ പ്രസിഡന്റായി എത്തുന്ന ഒരു സാധ്യതയുമില്ലായിരുന്നു. PS പ്രശാന്തിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രകടനത്തിൽ സർക്കാരും LDFും വളരെ തൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശാന്തിന് ഒരു ടേം കൂടി നൽകാം എന്ന ഒരു തീരുമാനത്തിലാണ് സർക്കാർ നിലനിന്നിരുന്നത്, ദേവസ്വം വകുപ്പ് നിലനിന്നിരുന്നത്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ താഴെയുള്ള ഒരു പീഠം, ആ പീഠം കാണാനില്ല എന്ന ഏറ്റവും വലിയ കോളിളക്കമുണ്ടാക്കിയ, ഇപ്പോൾ ഈ 6 അറസ്റ്റിലേക്ക് നയിച്ച ആദ്യത്തെ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. ആ വെളിപ്പെടുത്തൽ ഉണ്ടായതിന് പിന്നാലെയാണ് കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞത്. ദേവസ്വം ബോർഡ് മാത്രമല്ല, സർക്കാർ അപ്പാടെ പ്രതിരോധത്തിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. നേരത്തെ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ സർക്കാരിന്